ചന്ദ്രശേഖര, അയ്യോ മോള്, അയ്യോ അയ്യോ അമ്മേ, അമ്മേ, അമ്മേ. അപ്പൊ നിങ്ങൾ എന്റെ ആരാ? ശത്രു. ശത്രുക്കൾ തമ്മിൽ പരസ്പരം വെട്ടിച്ചാവണ്ടേ? അല്ലെങ്കിൽ പരസ്പരം വെട്ടി വെട്ടി ജയിക്കണ്ടേ? എനിക്ക് ജയിക്കുന്ന ഇഷ്ടം. എന്നെ കൊല്ലാൻ പോകുന്നവരാരായാലും ജീവിച്ചിരിക്കാൻ പാടില്ല. നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണെങ്കിൽ നിങ്ങളും ചാവണ്ടേ? ചന്ദ്രശേഖര, വേണ്ട, ഇനി ആ വിളി വേണ്ട. നിങ്ങളുടെ ഉള്ളിൽ എന്നോട് തരിമ്പ് പോലും സ്നേഹമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ ജയങ്ങൾക്കിടയിൽ എനിക്ക് പറ്റിപ്പോയ ചെറിയ ചെറിയ തെറ്റുകൾക്ക് പരിഹാരമായിട്ട് നിങ്ങളെ ഞാനങ്ങ് കൊല്ലാൻ പോവാ. ചന്ദ്രശേഖര, എന്താ ഈ കാണിക്കുന്നേ? എന്റെ അടുത്തേക്ക് വരരുത്. ആറ്റുവാശ്ശേരിയിൽ നിന്ന് എന്നെ കൊല്ലാനായിട്ട് കത്തിയുമായിട്ട് വന്നവരെ ഇവര്. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. അങ്ങനെ ഒരാളെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ ശവം എനിക്ക് അവരെ കാണിച്ചാലേ തൃപ്തിയാകൂ. ചന്ദ്രശേഖര, എന്താ ഈ കാണിക്കുന്നത്? കത്തി താഴെയാണെന്നാ പറഞ്ഞത്. ചന്ദ്രശേഖര, ഒന്നും ചെയ്യരുത്. എന്റെ മുത്തശ്ശിയെ തൊട്ടാലുണ്ടല്ലോ. ചെറിയച്ച, സ്വന്തം അമ്മയുടെ നേർക്ക് പോലും ആയുധം ഉയർത്താൻ മടിയില്ലാതിരുന്ന നിങ്ങൾ മനുഷ്യനല്ല, നിങ്ങൾ ചെകുത്താനാ. മാറടി. അയ്യോ, ചോദിക്കാൻ നീ ഉണ്ടെങ്കിലല്ലേ ഇവിടെ പ്രശ്നമുള്ളൂ. അപ്പോ ആദ്യം നിന്നെ തന്നെ അങ്ങ് തീർത്തേക്കാം. അമ്മേ, ചന്ദ്രശേഖര, അയ്യോ മോള്, അയ്യോ അയ്യോ അമ്മേ, അമ്മേ, അമ്മേ. അയ്യോ മുത്തശ്ശി, ഇതിനുള്ള കൂലി നിനക്ക് ഞാൻ തരുന്നുണ്ട്, അധികം വൈകാതെ. മോളെ, അമ്മേ, മോളെ, അമ്മേ, മുത്തശ്ശി, മുത്തശ്ശി, അമ്മേ, മുത്തശ്ശി, അമ്മേ, മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകണം. അമ്മേ, മുത്തശ്ശിക്ക് കാലിട്ടൊന്നും പറ്റിയിട്ടുണ്ട്. മുത്തശ്ശി കണ്ണു തുറക്ക. മുത്തശ്ശി, അമ്മേ കണ്ണു തുറക്കമ്മേ. ഒന്ന് പിടിക്ക. ഇഞ്ചക്ഷൻ ഇമ്മീഡിയറ്റ്ലി കൊടുത്തോളൂ. ഓക്കെ ഡോക്ടർ. ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കട്ടെ. പെട്ടെന്നുള്ള ഷോക്കാ ഇങ്ങനെ ബോധം പോവാൻ കാരണം. മറ്റൊരു പ്രശ്നം തോന്നിയില്ല. എനിവേ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. സ്വന്തം അമ്മയെ പോലും കൊല്ലാൻ മടിയില്ല.
അങ്ങനെ ഒരു രാക്ഷസനായി മാറിയിരിക്കുന്നു ചന്ദ്രശേഖരൻ. അറിയില്ലമ്മേ. ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരില്ല മുത്തശ്ശി അയാളെ കാണാൻ വന്നത്. അമ്മയെ സൂക്ഷിക്കണം. അയാൾ എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. ജോലി അന്വേഷിച്ച് പോവാന്ന് പറഞ്ഞ് സൂര്യ ഇറങ്ങി, കൂടെ കൽപ്പനയും. അവൻ ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ലെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട് അവനെ. ആ പിന്നെ ഒരു കാര്യം, കൽപ്പന ഇപ്പൊ അവനോട് നല്ല രീതിയിലാ. നന്നായി അമ്മേ. മോളെ, വരുണിനെ വിളിച്ചൊന്ന് പറയണ്ടേ? വരുണൊരു ഇന്റർവ്യൂല് പങ്കെടുത്തോണ്ടിരിക്ക. ഇറങ്ങുമ്പോ പറഞ്ഞാ മതി. അല്ലെങ്കിൽ മുത്തശ്ശിക്ക് എന്തെങ്കിലും ആയിന്ന് അറിഞ്ഞ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ ഓടി വരും. ആ എന്നാ അത് മതി മോളെ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും മുത്തശ്ശി ഇനി കണിമംഗലത്തേക്ക് അയക്കണ്ട. എത്ര പറഞ്ഞാണെന്നറിയോ അമ്മേ? ഇതിപ്പോ രാവിലെ ഞങ്ങൾ ആരും അറിയാതെ ഇറങ്ങിപ്പോന്നതാ. മുത്തശ്ശിക്കൊന്ന് പെട്ടെന്ന് ഓക്കെ ആയാൽ മതിയായിരുന്നു. നമ്മുടെ സിനിമയുടെ ഗ്യാരണ്ടിയിൽ റിലീസിനും മറ്റും വേണ്ട പണം സാറ് തരും. ആദ്യത്തെ കളക്ഷനിൽ നിന്ന് തന്നെ സാറിന്റെ പടം കൊടുത്തുവിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. മാഡം, ഞാൻ കാലങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രി തന്നെ ഉള്ളതാ. എനിക്കിതുവരെ ഒരു ക്ഷീണവും പറ്റിയിട്ടില്ല. നിങ്ങളെ എനിക്ക് നേരിട്ട് ഒരു പരിചയമില്ല. പക്ഷേ ഇയാൾ നിങ്ങളെപ്പറ്റി പറയുന്ന ധൈര്യമാണ് എൻ്റെ വിശ്വാസം. പിന്നെ നിങ്ങളുടെ പടം ചെയ്ത ഡയറക്ടർ, അയാളുടെ കഴിവിൽ തോന്നിയ വിശ്വാസവും കൂടി. എന്റെ പൊന്നു സാറേ, ഇപ്പോ ഞങ്ങൾക്കൊരു ചെറിയ മുട്ട് വന്നെന്നല്ലേ ഉള്ളൂ, അല്ലാതെ കാശില്ലഞ്ഞിട്ടൊന്നും അല്ല. ഞങ്ങൾക്ക് പണം ഒരുപാട് വരാനുണ്ട്. പക്ഷെ അതിന് കുറച്ച് സമയമെടുക്കും. അതുവരെ സിനിമയുടെ കാര്യങ്ങൾ തള്ളിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഓ ആയിക്കോട്ടെ. സിനിമാ രംഗത്ത് നിൽക്കുന്ന മിക്കവർക്കും ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. എന്തായാലും മുഹൂർത്തം തെറ്റിക്കണ്ട. ഞാനേ ഇക്കാര്യത്തിൽ അല്പം വിശ്വാസമുള്ള. ഒപ്പിട്ടോളൂ.